ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിങ്ങനെ നൂഡിൽസും ചില്ലി ചിക്കനും ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നൊരു മെത്തേഡിൽ നൂഡിൽസും ചില്ലി ചിക്കനും ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ. ഓക്കെ, സോ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അത് ഏത് ബ്രാൻഡാണേലും അതിൽ പറഞ്ഞിട്ടുള്ള പോലെ നമ്മളത് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ എഗ് നൂഡിൽസാണ് ആക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് എഗ്ഗ് ഇങ്ങനെ സോട്ട് ചെയ്തിട്ട് എടുക്കുക. പെപ്പറും സോൾട്ടും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അത് ആദ്യം ഒന്ന് സെറ്റാക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് സോട്ട് ചെയ്യണം. ഈ എഗ്ഗ് മാറ്റി വെച്ചിട്ട് സെയിം പാനിലോട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അനിയൻസ്, സെലറി, ജിഞ്ചർ, ഗാർലിക്, പിന്നെ പെപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ചില്ലി, ക്യാബേജ്. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഗാർലിക് ഇട്ടിട്ട് സോട്ട് ചെയ്യാം. എപ്പോഴും നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. കരിയാതെ നോക്കും വേണം. ഗാർലിക് ഏറെക്കുറെ ആയാൽ നമുക്ക് അടുത്തത് ജിഞ്ചർ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ചില്ലീസും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. അത് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് ക്യാബേജ് ആഡ് ചെയ്യാം. പിന്നെ പെപ്പേഴ്സ് ആഡ് ചെയ്യാം. ഞാൻ റെഡ് കളർ, ഓറഞ്ച് കളറിലും യെല്ലോ കളേഴ്സിലുള്ള പെപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ള പെപ്പേഴ്സ് ആഡ് ചെയ്യാം. ഇനി കുറച്ച് സെലറി ആഡ് ചെയ്ത് കൊടുക്കാം. സെലറി ആഡ് ചെയ്യുമ്പോൾ നൂഡിൽസ് ആണെങ്കിലും ഇങ്ങനത്തെ ചൈനീസ് ഡിഷസിലൊക്കെ നല്ലൊരു ഫ്ലേവർ വരും. എനിക്ക് ഇതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് ഫ്രൈഡ് റൈസിൽ സെലറി ആഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല സ്നോഫോളുള്ള ഡേ ആയിരുന്നു കേട്ടോ എൻ്റെ ഈ കുക്കിങ്. പുറത്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്നോഫോളൊക്കെ ആയിട്ട് നല്ല വൈബിലുള്ളൊരു കുക്കിംഗ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇത് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സോസസ് ആഡ് ചെയ്യാം. സോയ സോസ് ഒരു 2 ടീസ്പൂണോളൊക്കെയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഹോട്ട് ചില്ലി സോസാണ് ഇതൊക്കെ. ആക്ച്വലി ഇവിടെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ കളറിലുള്ള ചില്ലി സോസ് യൂസ് ചെയ്യാം. അത് ആക്ച്വലി എനിക്ക് കിട്ടിയില്ല. ലൈക്ക് ഞാൻ ഈ സോസ് മേടിക്കാൻ പോയ സമയത്ത് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ ഇത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ലൈക്ക് ദാറ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ചില ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു നൂഡിൽസ് ഉണ്ടാക്കുന്ന മെത്തേഡൊന്നുമല്ല, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക. ഓക്കെ, എൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വിനിഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നൂഡിൽസിൽ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും സോസസ് ആഡ് ചെയ്തതിന് ശേഷം സോൾട്ട് ഇട്ടിട്ട് അത് പക്കയാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്.
ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കി റെഡിയാക്കിയതിന് ശേഷം കുറച്ച് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇടാം. എന്നിട്ട് നല്ലോണം അതൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ടെടുക്കണം. നൂഡിൽസ് നല്ലോണം സോട്ട് ചെയ്തിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസിലോട്ട് നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ നൂഡിൽസ് ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു സ്റ്റേജിലാണ് ചിക്കൻ എഗ്ഗ് പോലത്തെ ഐറ്റംസ് ഇടുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡിയാണ്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കനിലോട്ട് പെപ്പറും സോൾട്ടും എഗ്ഗും പിന്നെ കുറച്ചൊരു സോയ സോസും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. പിന്നെ ഇതൊന്ന് മിക്സ് ആയാൽ നമുക്ക് അതിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്യാം. അപ്പം എൻ്റെ അടുത്ത് കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സാധാ ഫ്ലോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ആണ് ഏറ്റവും ബെസ്റ്റ്. അത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അത് ചൂടായിട്ട് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ഈ ചിക്കൻ ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് മിനിമം വെക്കണം. ഒരു 30 മിനിറ്റ്സ് എന്തായാലും വെക്കുന്നത് നന്നാവും. ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. പാന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇത്രയും വെജിറ്റബിൾസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഗാർലിക് ഇട്ടിട്ട് നേരത്തെ സെയിം സ്റ്റെപ്പാണ് ഏറെക്കുറെ. ഗാർലിക്കും ജിഞ്ചറൊക്കെ ഇട്ടിട്ട് ആദ്യം ഗാർലിക് ഇടാം. എന്നിട്ട് ഒന്ന് സോട്ടേ ചെയ്തിട്ട് ജിഞ്ചർ ആഡ് ചെയ്യുക. ആദ്യം സോട്ടേ ചെയ്തിട്ട് നമുക്കിതിലോട്ട് സവാള ആഡ് ചെയ്യാം. ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിങ്ങിൻ്റെ ആ ഒരു രീതിക്കാണ്. കുറച്ചുകൂടെ സ്ക്വയർ ആയിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. നേരത്തെ കുറച്ച് നീണ്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് സ്ക്വയർ ആയിട്ട്. അപ്പോൾ കട്ടിങ്ങിൽ മാത്രമാണ് ഡിഫറൻസ്. അല്ലാത്ത മെത്തേഡൊക്കെ ഏറെക്കുറെ സെയിം ആണ്. നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. അതന്നെ റിപ്പീറ്റ്. പിന്നെ പെപ്പർ ആഡ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിനുള്ള പെപ്പർ. പിന്നെ സോസസ് ആഡ് ചെയ്യുക. നേരത്തെ 2 സോസ് തന്നെയാണ്. ലൈക്ക് സോയ സോസും ചില്ലി സോസും. അത് 2 ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത്തിരി വിനിഗറും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യും. എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൽ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്യാത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്നിട്ട് കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാവുന്നതാണ്. കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് ഇതാക്കിയിട്ട് കലക്കിയിട്ട് നമ്മൾ ഇതിലൊഴിക്കും. അത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി കിട്ടും. എനിക്ക് പിന്നെ ഗ്രേവി എനിക്ക് അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ആ സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ എഗ് നൂഡിൽസും ചില്ലി ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇത് ആക്ച്വലി വെരി ഈസിയാണ്. ഏറ്റവും സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. ജസ്റ്റ് കട്ട് ചെയ്യാനുള്ള പണിയുള്ളൂ. കുക്കിംഗ് എത്രയും പെട്ടെന്ന് തീരുന്നൊരു പരിപാടിയാണ് ചൈനീസ് കുക്കിംഗ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.